ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതെൻ്റെ ഫസ്റ്റ് റെസിപ്പി വീഡിയോ കൂടിയാണ്. ഇത് എന്നെപ്പോലെ മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണിയുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും മുളകൊക്കെ കൂടെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പം കുറച്ച് ഓയിലൊഴിച്ച് നമ്മുടെ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാനൊരു കുക്കൊന്നുമല്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ സാധനങ്ങൾ നിങ്ങൾക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം. നമ്മൾ ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഉള്ളി വഴറ്റുന്നത്. അപ്പം ഉള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ഞാനിതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഇട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാവരും അങ്ങനെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അപ്പം ഞാനിതിനകത്ത് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് മസാല ആഡ് ചെയ്യുന്ന സമയത്ത് മുളക് പൊടി കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി മസാലയൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാം. ഞാനിതിനകത്ത് കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത് മാത്രമേ ഉള്ളൂ മസാലയായിട്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ എൻ്റെ മസാലയിൽ. നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി എരിവൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ ചെമ്മീനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് ആ മസാല ചെമ്മീനിലൊക്കെ ഇറങ്ങി അതിൻ്റെ ഫ്ലേവറൊക്കെ കയറാൻ വേണ്ടി കുറച്ച് നേരവും കൂടെ അവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. ചോറ് ഞാൻ ഇതിനകത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇനി ഓരോരോ ലെയറായിട്ട് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചോറിട്ടു. ഇതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചോറിട്ടു, രണ്ടാമത് നമ്മൾ ആ മസാല ഇട്ടു, മൂന്നാമത്തെ ലെയർ നമ്മൾ ചോറിട്ട് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി ഗരം മസാല അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫുഡ് കളറിന് പകരം കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതാണ് നമ്മൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടാം. അങ്ങനെ ഒരു ലെയറും കൂടെ നമ്മൾ മസാല ഇട്ടു, അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചോറിട്ടും അങ്ങനെ നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ദമ്മിട്ട് വെക്കാം. അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റായി. പിന്നെ നമുക്ക് ദമ്മൊക്കെ എടുത്ത് നല്ല ചൂടോടെ അടിപൊളിയായിട്ട് ബിരിയാണി കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.